On January 1st, God spoke to us. This year is an year of dreaming with God to fulfill God's dream. Dreaming with God to become His dream. We looked into a scripture portion that is from Genesis, that is chapter 28, from verses 10 to 17. I know that some of you have missed that service. Again, tonight, God is being gracious to you that you are listening to this word. Become God's dream while you live on this face of earth. You will never regret. Even in eternity, you will be thankful that God has shifted your life to become His dream. Last Wednesday, we looked into that scripture portion. This is what we saw. Jacob was running to Haran. He came to a certain place and stayed there for a night. സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടുകൊണ്ട് യാക്കോബ് ഒരു കല്ല് തലയണയായി വെച്ച് ഉറങ്ങുകയാണ്. If Anu could read that verse, verse 12 of Genesis 28, that is where I would be looking tonight. അവനൊരു സ്വപ്നം കണ്ടു. Yes. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി. Yep. അതിന്റെ തല സ്വർഗ്ഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. യാക്കോബ് ഭവനത്തിനകത്തു നിന്ന് ഓടുമ്പോൾ ആ രാത്രിയിലും when he was closing his eyes, this was going through his mind. My life is in a bad shape. My life is in a mess. What I'm going through in my life is beyond what I can fix. What I'm going through my life is beyond what my parents can fix. But on that night, it was a normal night for him. But God's encounter came to his life on that night and told to him that don't look at your life from earthly reality. I want you to lift up your eyes to see the heavenly reality. ആ heavenly realityയിൽ സ്വർഗം അവന്റെ ജീവിതത്തെ നോക്കി പറയുകയാണ്, നീ മെസ്സെന്ന് കാണുന്ന നിന്റെ ജീവിതത്തെ ഒരു മിറക്കിളാക്കി മാറ്റുവാൻ എൻ്റെ കരത്തിന് കഴിയും. ഇന്ന് രാത്രിയിലും അല്ലി എന്നോടും നിന്നോടും സ്വർഗത്തിന് വിളിച്ചു പറയാനുള്ളത്, അല്ലി നിന്റെ ലൈഫിൽ മെസ്സിയാണെന്ന് നീ ചിന്തിക്കുന്നതിന്റെ മീതെ ദൈവത്തിന്റെ കരം ഒരു നിമിഷം വന്നാൽ മതി. അല്യ പാഴും ശൂന്യവുമായിരുന്നിടത്ത് അല്യ കായോസിൽ കിടന്നതിനെ കോസ്മോസ് ആക്കി മാറ്റുവാൻ, ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തെയും തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഹല്ലേലൂയ സ്വർഗ്ഗം പറയുകയാണ്, lift up your gaze, don't look to the earthly reality, see heavenly reality, become his dream. Rakama Shatarama Ritoriantana Ramana Halbradana Diriantana Ramana Hashatarabala Rika Bataramana Hatara Ramana Digalma ഈ 2025-ൻ്റെയും ആദ്യത്തെ ആഴ്ചയിൽ നീ കടന്നു പോകുമ്പോഴും നിനക്ക് പറയുവാൻ കഴിയുന്നത്, നിനക്ക് കാണുവാൻ കഴിയുന്നത് അല്ലിയ തകർച്ചകളും വേദനകളുമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ സ്വർഗം പറയുകയാ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്റെ ജീവിതത്തെ ഈ വർഷം നിനക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ദൈവം എങ്ങനെ നിന്നെ കുറിച്ച് കാണുന്നുവോ ആ നിലവാരത്തിൽ നിന്നെ മാറ്റിയെടുക്കുവാൻ സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. Rakama Shataramana Atura Ramana Halpro Shibidi Antara Ramanaba. യാക്കോബേ,
നിന്റെ ജീവിതത്തിലുണ്ടായ ഇൻസിഡന്റുകളുടെ വെളിച്ചത്തിൽ നീ പറയുന്നു, നിന്റെ നിരൂപണം എന്ന് പറയുന്നത് ഇതിനെ ഫിക്സ് ചെയ്യുവാൻ സാധ്യതയില്ലാത്ത ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ദൈവം നീ സാധ്യത ഇല്ലെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തെ നോക്കി സ്വർഗം വിളിച്ചു പറയുക, എൻ്റെ നിരൂപണം തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഈ രാത്രിയിൽ ആരൊക്കെയോ പറയുന്നു, 2025 കയറിയിട്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, 2024 അതേ അനുഭവങ്ങൾ നിലനിൽക്കുകയാണല്ലോ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, തിന്മയാണോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനുമെന്ന ചോദ്യം നീ ഉയർത്തുമ്പോൾ ഈ രാത്രിയിൽ സ്വർഗം പറയുക, എൻ്റെ നിരൂപണം അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന നിന്റെ നിരൂപണങ്ങളെ മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ സ്വർഗത്തിന്റെ നിരൂപണങ്ങളിലേക്ക് നിനക്ക് അലൈൻ ചെയ്യുവാൻ ഈ രാത്രിയിൽ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ തിന്മയല്ല, നന്മ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. യാക്കോബേ, നീ പറയുന്നത് ഇത് ഫിക്സ് ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഈ രാത്രിയിലും എന്നെ കേൾക്കുന്ന ചിലർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ഭാവി എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ സ്വർഗം ഈ രാത്രിയിലും നിന്റെ കുടുംബത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് നിന്നെക്കുറിച്ച് നിശ്ചയമുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ചൊരു നിശ്ചയമുണ്ട്. ബിക്കോസ് ഐ ഹാവ് എ ഡ്രീം ഫോർ യു. അത് ഇന്നലകളിൽ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയതല്ല. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഹല്ലേലൂയ നിന്നെ സീഡായി പ്ലേസ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ ആ സ്വപ്നം കാണുവാൻ തുടങ്ങിയതാ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, പല സ്വപ്നങ്ങൾക്കും പിന്നാലെ ഓടി ക്ഷീണിച്ചത് അവസാനിപ്പിച്ചിട്ട് ഈ രാത്രിയിൽ അബാ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ സ്വപ്നം എന്താ, അതായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് 2025 ആര് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുവോ, ആര് ആഗ്രഹിച്ചു തുടങ്ങുന്നുവോ, അവരുടെ ജീവിതത്തിനകത്ത് there's a shift that is going to come. Rakama Shantheriyantarama Luraha Shathoriyantarama. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ അല്ലേ, കുറേയേറെ സ്വപ്നങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടത്. ആണോ? ജീസസ്, ആണോ? നിങ്ങൾ ചിരിക്കുന്ന മാത്രമേ ഉള്ളല്ലോ, ആരും കരം പൊന്തിക്കുന്നില്ലല്ലോ. ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഈ 2025 നിൽക്കുമ്പോഴും പറയാനുള്ളത്, ദൈവദാസനെ, കണ്ട പല സ്വപ്നങ്ങളും ഇതുവരെ നിറവേറിയിട്ടില്ലെന്നേ. എന്നാൽ ദൈവാത്മാവ് ഈ രാത്രിയിൽ നിന്നെ നോക്കി പറയുകയാ, ശരിയാ, നീ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കണ്ട പല സ്വപ്നങ്ങളും നിറവേറിയിട്ടില്ലെന്നുള്ളത് സത്യമാ. എന്നാൽ നിന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം ഈ രാജ്യത്ത് ഞാൻ നിറവേറ്റും. നിന്റെ സ്വപ്നം നിറവേറി കാണത്തില്ല, എന്നാൽ ഇന്ന് രാത്രിയിൽ പറയുന്നു, സ്വർഗത്തിൻ്റെ സ്വപ്നത്തെ അവൻ നിറവേറ്റും. സ്വർഗത്തിൻ്റെ സ്വപ്നത്തെ അവൻ നിറവേറ്റും. കാരണം നാം നമ്മെക്കുറിച്ച് കണ്ട പല സ്വപ്നങ്ങളും നമ്മെക്കുറിച്ച് കണ്ട പല സ്വപ്നങ്ങളും യാത്ര പുറപ്പെടുന്നതിന് മുൻപ്, നാട്ടിൽ നിന്ന് കയറുന്നതിന് മുൻപ് ഏജൻസി
പറഞ്ഞ പല വാക്കുകളുമാണ്. എന്തൊക്കെയാ അല്ലേ? കാനഡ മുഴുവനും ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ പെറുക്കിയാൽ തന്നെ നിന്റെ ജീവിതം, ഓ ജീസസ്. പിന്നെ കുറച്ച് മാസം മഞ്ഞ് വാരാൻ പോയാൽ മതി. നേരം നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് കാൽക്കുലേറ്ററൊക്കെ എടുത്തു വെച്ച് കണക്ക് കൂട്ടുക. ആപ്പിളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. എന്നാലും വീണ്ടും ഏജൻസി പറയുന്നു, ഇവിടെ നീ അധ്വാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസത്തിനാണ് നിനക്ക് ശമ്പളം, അവിടെ പോയി കഴിഞ്ഞാൽ മണിക്കൂറിനാണ് നിനക്ക് ശമ്പളം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം പോരുന്നതിന് മുൻപ് അപ്പനെ നോക്കി പറയുന്ന, ഞാനങ്ങ് ഭാവനെ കാണും കേട്ടോ, അപ്പനെ നോക്കി പറയുന്നത്, ഞാൻ പോട്ടെ, 1 വർഷം പോലും എടുക്കത്തില്ല, എല്ലാം സെറ്റാവുന്നേ, എല്ലാം സെറ്റാവും. പിന്നെയും പറയും അപ്പൻ്റെ അടുത്ത്, ഞാൻ കാനഡയിൽ പോവല്ലേ, ഇപ്പോൾ ഉള്ള വീടിന് കുറച്ച് ഇടുക്കമാണേ, ഞാനൊരു 8 മാസം കഴിയുമ്പോഴത്തേക്കും ലോണൊക്കെ, എഡ്യൂക്കേഷൻ ലോണൊക്കെ വെട്ടും. പിന്നെ അങ്ങ് കാശ് തരികയാ. ആ ടൗണിലുള്ള കണ്ണായ സ്ഥലം തന്നെ നമുക്ക് മേടിക്കണം. അവിടെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയുന്ന വാക്ക്, ഞാനങ്ങൊന്ന് പോട്ടെന്നേ, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ നിൽക്കത്തില്ല. എന്തൊക്കെ സ്വപ്നമായിരുന്നല്ലേ. ആ സ്വപ്നത്തിൻ്റെ കൂടെ സ്തോത്രം വീട്ടിൽ നടന്ന പ്രാർത്ഥനയിൽ, ഇങ്ങോട്ടൊക്കെ വരുന്നതിന് മുൻപ്, മാസങ്ങൾക്ക് മുമ്പ് നീ പോയി ഇരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, ദൈവദാസന്മാർ തലേ കൈവച്ച് പറഞ്ഞു, നിന്നെ മഞ്ഞുള്ള രാജ്യത്തേക്ക് അയക്കാൻ പോവുക. എന്നിട്ട് കുറേ ദൂതുകളും പറഞ്ഞു. വീണ്ടും സ്വപ്നം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം ഏജൻസി പറഞ്ഞ വാക്കുകൾ അത് ഒന്നും കാണാതെ വരുമ്പം, സാന്റമോണിക്ക വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മാന്യൂരൻസിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പോളിസിൻസിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവരെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അവിടെ നീ സംസാരിക്കുന്നത്, ഞാൻ കേട്ട ദൂത് എന്തിയേ? അവര് പറഞ്ഞ വാക്കുകളൊന്നും വിഷയമല്ല. ദൈവം എന്നോട് പറഞ്ഞ വാക്കിനനുസൃതമായി അല്ലല്ലോ ഇപ്പം ജീവിതം മുൻപോട്ട് നീങ്ങുന്നത്. എല്ലാ പ്രവാചകന്മാരും കള്ളന്മാരാ. ചുമ്മാതെ കൈന്നിട്ട് പറയുന്നതാ. ഇന്ന് രാത്രിയിൽ നിന്നെ നോക്കി ഞാൻ പറയുകയാണ്, ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. ദൈവത്തിന് കുഞ്ഞ് തെറ്റുപറ്റിയിട്ടില്ല. ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. നിന്നോട് പറഞ്ഞതുപോലെ തന്നെ നിവൃത്തിയാകും അത്. കാരണം അവരിലൂടെ ദൈവാത്മാവ് നിന്നോട് ഇടപെട്ടത്. It is not your first phase, it is not your middle phase, it is your final phase when the dream of God will fulfill in your life. How does it look like? ബൈബിളിൽ അല്ലയോ യോസഫിന് സ്വപ്നം കാണിച്ചപ്പോൾ കാരാഗ്രഹം ഇല്ലതിനകത്ത്, പൊട്ടക്കിണറില്ലതിനകത്ത്, അല്ലയോ പൊത്തിഫറിന്റെ ഭവനം ഇല്ലതിനകത്ത്, അല്ലയോ ഒരു കാര്യം മാത്രമേ കാണിച്ചുള്ളൂ. അല്ല, എന്റെ സ്വപ്നം നിറവേറുമ്പോൾ നീ എവിടെയായിരിക്കും നിൽക്കുന്നത് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ അല്ലയോ ആത്മാവ് പറഞ്ഞതിനെ തള്ളിക്കളയരുതേ. ഈ രാത്രി
രാത്രിയിൽ നിന്നോട് ഇടപെട്ട ദൂതുകളെ നീ തള്ളിക്കളയരുത്. ഈ രാത്രിയിൽ അതിനെ മുറുകെ പിടിക്കുക. You are heading to the final phase where God's dream will be fulfilled in your life. Rakama Shantarama Nahatana Rabala Retholiantara Ramana Hashatarabala Dhiriantara Ramana 2024 കുറ്റം പറഞ്ഞില്ലേ? 2023 ദൈവം ഇടപെട്ട ശബ്ദത്തെയും ദൈവവൃദ്ധന്മാരെ കുറിച്ചും സംശയിച്ചില്ലേ? ഈ 2025 ദൈവം നിന്നോട് പറയുകയാ, അതിന് തെറ്റുപറ്റത്തില്ല. എൻ്റെ ആത്മാവാണ് അത് അരുളി ചെയ്തതെങ്കിൽ അത് നിവർത്തിക്കുവാൻ എൻ്റെ കരം ചലിക്കും. Rakaba Shatara Mama Matura Raba Liro Hoshithiri Antara Ramana Rikaba Ramana സംശയങ്ങളെ ഇന്ന് രാത്രിയിൽ എടുത്തുകള, ഡൗട്ടുകളെ ഇന്ന് രാത്രിയിൽ എടുത്തുകള, തെറ്റിപ്പോയെന്നുള്ള പറയുന്ന പദങ്ങൾ എടുത്തുകള. ഇല്ല, ദൈവത്തിന് തെറ്റുപറ്റത്തില്ല, ദൈവാത്മാവിന് തെറ്റുപറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ നിന്നെ കാണിച്ച സ്വപ്നത്തിനകത്തേക്ക് ദൈവം നിന്നെ നടത്തും എന്നുള്ളത് ഈ രാത്രിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ എൻ്റെ ജീവിത അനുഭവത്തിനകത്തുനിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, God will fulfill it. ദൈവം നിവർത്തിക്കും, ദൈവം നിവർത്തിക്കും. ഇന്ന് രാത്രിയിൽ ദൈവദാസനെ കേട്ടിട്ട് ഒത്തിരി വർഷമായെന്ന് പറഞ്ഞാലും I do not know where you are. Maybe some of you are in the middle of that journey. Some of you are at the last phase of that journey, but don't forsake the word, the prophetical word that God has released over your life, because it is connected to his dream. സ്തോത്രം. നമ്മിലുളവായ സ്വപ്നങ്ങൾ എല്ലാം മനുഷ്യൻ നമ്മളോട് പറഞ്ഞതും കേട്ടതും ഒക്കെയാണ്. എന്നാൽ ദൈവം പറയുന്നു, യെശയ്യാ 55:8-9 ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്നെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങളും നിന്നെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങളും നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഡ്രീമും വലുതാണ് കുഞ്ഞെ. സാഹചര്യവുമായി തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിറവേറാൻ 1% പോലും ചാൻസ് ഇല്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയുന്നു, സ്വർഗത്തിൻ്റെ വഴി, സ്വർഗത്തിൻ്റെ വഴി, സ്വർഗത്തിൻ്റെ നിരൂപണം അത് വലുത്, അത് വലുത്, അത് വലുത്. റഖമ ശതോരിയാന്തര രമന ഹൽപ്രാദന രമന. ആ രാത്രിയിൽ യാക്കോബ് കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോഴും സ്വർഗം ഇടപെട്ട് പറയുകയാ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്നെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നം അത്ര വലുതാ യാക്കോബേ. നീ ഇന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ഒരു മെസ്സാണെന്നുള്ളതാ. നീ ഇന്ന് പറയുന്നത് ആർക്കും ഫിക്സ് ചെയ്യുവാൻ കഴിയത്തില്ലെന്നുള്ളതാ. എന്നാൽ ഇന്ന് ആ രാത്രിയിൽ ദൈവം ഒരു ദർശനം അവന് കൊടുക്കുകയാ. അല്യ സ്തോത്രം. I want you to align your mind, your dream to my plan and to my purpose. സ്തോത്രം. സ്വർഗത്തിന്റെ ഇടപെടലുണ്ടായി. What we see in verse 12 is ദൈവം അവൻ്റെ കണ്ണുകളെ അങ്ങ് തുറന്നു. എന്തിനാ കണ്ണുകളെ തുറന്നത്? യാക്കോബേ, നീ ഭൂമിയിൽ ആയിരിക്കുന്ന നിന്റെ സാഹചര്യത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന റിയാലിറ്റി ഉണ്ട്. എന്നാൽ നിന്റെ കണ്ണ് ഞാൻ തുറക്കുകയാണ്. കാരണം അതിനു മീതെ നിൽക്കുന്ന ഒരു സ്പിരിച്വൽ റിയാലിറ്റി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പാടായി ഈ രാത്രിയിൽ കയറുന്നുണ്ടെങ്കിൽ that will transform your life to become my dream. എന്താ അവിടെ ചെയ്തത്? അവൻ കണ്ടു
ഞാൻ പോകുന്ന സാഹചര്യത്തിൻ്റെ നടുവിലും ഒരു തുറന്ന സ്വർഗം. There is an open heaven. തുറന്ന സ്വർഗം, തുറന്ന സ്വർഗം. ഈ രാത്രിയിൽ ആ പദം മറന്നു പോകരുതേ. തുറന്ന സ്വർഗം മീതെ നിൽക്കുന്നു എന്നുള്ളത്. സ്തോത്രം. ദൈവം നിന്നെക്കുറിച്ച് കണ്ട സ്വപ്നം നിറവേറ്റുവാൻ തുറന്ന സ്വർഗം ചലിക്കുന്നു. ദൈവം നിന്നെക്കുറിച്ച് കണ്ട സ്വപ്നം നിറവേറ്റാൻ തുറന്ന സ്വർഗം നിനക്ക് വേണ്ടി ചലിക്കുന്നു. നീ ഭൂമിയിൽ നിന്റെ മുൻപിൽ കാണുന്നത് അടഞ്ഞ വാതിലുകളായിരിക്കാം. എന്നാൽ ഈ രാത്രിയിൽ തുറന്ന സ്വർഗം, തുറന്ന സ്വർഗം നിനക്ക് മീതെ നിൽക്കുന്നു. നിന്റെ ഭൂമിയിലെ സകല അനുഭവങ്ങളും വിളിച്ചു പറയുന്നത് സാധ്യത ഇല്ലെന്നുള്ളതായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ സ്വർഗം പറയുകയാ, there is a spiritual reality that says that there is an open heaven above you. There is an open heaven above you. വഴികൾ അടയപ്പെട്ടതായി നീ കാണപ്പെടും. ഇന്ന് രാത്രിയിൽ കുഞ്ഞെ, തുറന്ന സ്വർഗം നിനക്ക് മീതെ. സകല സാഹചര്യങ്ങളും നിനക്കെതിരാകുമ്പോൾ ഈ രാത്രി സ്വർഗം പറയുക, തുറന്ന സ്വർഗം നിനക്ക് മീതെ. ഇനി അതാർക്കും പരിഹരിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അനുസൃതമായി നീ ഗിവപ്പ് ചെയ്യുവാൻ പോകുമ്പോഴും ഈ രാത്രിയിൽ സ്പിരിച്വൽ റിയാലിറ്റി states and declares that there is an open heaven above you. ഇനി അത് സംഭവിക്കുവാൻ 1% പോലും ചാൻസ് ഇല്ല എന്ന് നീ പറയുമ്പോഴും there is an open heaven above you. യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ കണ്ടു നിന്നവർ മുഴുവൻ പറഞ്ഞു, അവൻ്റെ കാര്യം കഴിഞ്ഞു. ആർക്കും ഉരുട്ടി മാറ്റുവാൻ കഴിയാത്ത കല്ല് ഉരുട്ടി വെക്കുകയും അത് ഉരുട്ടി വെച്ചവരും ചിന്തിച്ചു, സകലവും അവസാനിച്ചു. കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികളും പറഞ്ഞു, ഇനി പുറത്ത് വരില്ല. എന്നാൽ തുറന്ന സ്വർഗം അതിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇല്ല, 3 നാൾ കൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. 3 നാൾ കൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. കാരണം സ്വർഗത്തിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഈ മന്ദിരത്തെ പൊളിപ്പി 3 നാൾ കൊണ്ട് പണിയുമെന്നുള്ളത്. ആർക്കും ഉരുട്ടി മാറ്റുവാൻ കഴിയാത്ത കല്ലുരുട്ടി വെച്ച് കൊള്ളട്ടെ, ഉറപ്പിക്കുവാൻ പടയാളികളെ നിർത്തിക്കൊള്ളട്ടെ. എന്നാൽ തുറന്ന സ്വർഗം വെളിപ്പെടുമ്പോൾ ഉരുട്ടിയ കല്ല് തനിയെ ഉരുണ്ടു മാറും. ഹല്ലേലൂയ, സ്തോത്രം. തുറന്ന സ്വർഗം വെളിപ്പെടുമ്പോൾ കാവൽ നിന്ന പടയാളികൾ ഓടി മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരെയൊക്കെയോ നോക്കി ഈ രാത്രിയിൽ ദൈവാത്മാവ് വിളിച്ചു പറയുകയാ, ഉയർക്കത്തില്ല എന്ന് പറഞ്ഞിടത്ത് ഒഴിഞ്ഞ കല്ലറ ഈ രാത്രിയിലും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തിന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യുവാൻ യഥാസമയവും ഒരു തുറന്ന സ്വർഗം നിനക്കു മീതെ നിൽക്കുന്നുണ്ട്. ഈ രാത്രിയിൽ അല്യ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ എനിക്ക് എന്റെ ജീവിതത്തിനകത്ത് I want to become the dream of God. ദൈവത്തിന്റെ സ്വപ്നമായി ഞാൻ മാറുവാൻ ആഗ്രഹിക്കുന്നു. So you might ask then, ദേവദാസനെ, ഇത് പഴയ നിയമത്തിന് ഈ തുറന്ന സ്വർഗത്തിന്റെ കാര്യമൊക്കെ? Look, this night I just want to tell you, open heaven is our inheritance as believers.
those who are in Christ Jesus, open heaven is our inheritance. Tonight, it is important to see that having an open heaven is God's dream, God's idea. It is God's will. യെശയ്യാ പ്രവാചകൻ നിയോഗത്തിൽ ഇങ്ങനെ പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. And you put that verse, Isaiah chapter 64 verse 1, 64:1. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. Look, that was the mandate of Isaiah's prayer, that if you would rend heavens and if you have come down. പക്ഷേ യേശു ഈ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ Jesus modeled it from where? When he stepped into that river of Jordan to be baptized, the Spirit of God came and rested upon him, and there was an open heaven. There was a declaration there. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. And when the disciples were following him, he said to them, now I want to see open heaven in the lives of everyone who follows me. He changed it to a prayer. പ്രാർത്ഥനയാക്കി യേശു മാറ്റുവാനിടയായി തീർന്നു. അവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഇന്ന് രാത്രിയിൽ എന്നെയും നിന്നെയും നോക്കി സ്വർഗത്തിന് പറയാനായിട്ടുള്ളത്, my dream for you is that you see his world influence who you are and what you do. നീ ആരായിരിക്കുന്നുവോ, നീ എന്ത് ചെയ്യുന്നുവോ, തുറന്ന സ്വർഗത്തിന്റെ ഇൻഫ്ലുവൻസ് അതിനകത്ത് വെളിപ്പെടണമെന്നുള്ളതാണ് യേശുവിൻ്റെ സ്വപ്നം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ പറയുന്ന വാക്കുകൾക്ക് അനുസൃതമായി നീ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ പറയാം, നിന്റെ ജീവിതത്തിൽ there will be a release of open heaven. റാഖമ ശതാരമനബ, സ്വർഗം, തുറന്ന സ്വർഗം. അത് യേശുവിൻ്റെ വരവിലൂടെ that became a reality for us. A lot of implication for that. I would share that in the weeks to come. തുറന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? തുറന്ന സ്വർഗത്തിൽ ഒരു ദൈവ പൈതലിന് എന്ത് അനുഭവിക്കുവാൻ കഴിയും? എന്താണ് അവൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്? Just want to read one more verse. 2 minutes I have. വെളിപ്പാട് 4:1-2. ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക്. Amen. Next open heaven that we see in the word of God. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ ആ ഏകാന്തതയുടെ നടുവിൽ ദൈവം ഇടപെടുകയാണ്. And what we see in this verse, it is God's dream for us. It is stated as an invitation. Come up here. Come up here. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നും യോഹന്നാനെ
ഒരു ഓപ്പൺ ഹെവനിലൂടെ ദൈവാത്മാവ് കാണിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ യോഹന്നാനെ, നിന്റെ ഭൂമിയുടെ റിയാലിറ്റി എന്തുവാ? പത്മോസ, ഏകാന്തത, ജീവിതം തീരും. പക്ഷേ ഐ വാണ്ട് യു ടു കം അപ്പ്. How many of you accept that invitation tonight? As there is an open heaven above me, I want to come up and see things ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ചില കാര്യങ്ങൾ നീ കാണുവാനിടയായി തീരും. ദൈവം കാണുന്നത് പോലെ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നീ കാണുവാനായിട്ടിടയായി തീരും. Look, most of our perception is clouded and we cry out. We are fearful about our situation. But this year, God is inviting you. There is an open heaven reality above your life. Come up here. See things from my perspective. May God change your viewpoint tonight because there is an open heaven above you. Let's rise up in God's presence. ഈ രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കും? ക്രിസ്തുവിലൂടെ ഒരു തുറന്ന സ്വർഗം എനിക്കും നിനക്കും സ്വർഗം നൽകി തരുവാനിടയായി തീർന്നു. എന്നാൽ അതിൻ്റെ ഒരു സാധ്യത പോലും we have not even അത് ടിപ്ടോ പോലും ചെയ്തിട്ടില്ല. പലപ്പോഴും ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളുടെ റിയാലിറ്റിയെ ഏറ്റവും വലുതായി കാണിച്ച് നിനക്ക് മീതെ നിൽക്കുന്ന സ്പിരിച്വൽ റിയാലിറ്റിയെ നിന്നെ അത് കാണുവാൻ കഴിയാതെ നിന്റെ കണ്ണുകളെ ഫെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ശത്രുവായവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവേ, as this reality which John the apostle experienced, where Jesus experienced in his life while he was on the face of the earth, tonight I want to experience it, oh Lord, so that I would not be a person who gave up, but I would be a person who walks with a superior reality, that is spiritual reality. ഇന്ന് രാത്രിയിൽ കർത്താവേ, എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? കർത്താവേ, എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ. തുറന്ന സ്വർഗത്തെ ഞാനൊന്ന് അനുഭവിക്കട്ടെ. എൻ്റെ കുടുംബം അതൊന്ന് അനുഭവിക്കട്ടെ. എൻ്റെ തലമുറ അതൊന്ന് അനുഭവിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവേ, നിന്റെ സ്വപ്നമായി ഞാൻ മാറുന്ന നിലവാരത്തിൽ തുറന്ന സ്വർഗത്തിൻ്റെ അനുഭവത്തിനകത്തേക്ക് എന്നെക്കുറിച്ച് നീ കണ്ടിരിക്കുന്ന സ്വപ്നം എന്തെന്ന് ഈ രാത്രിയിൽ ഞാൻ കാണണമെങ്കിൽ God is inviting you. Come up. Come up here. See things through my eyes. Become my dream. Tonight, oh Lord, I ask you, would you strengthen each one of them? Open their eyes so that they can see what you're dreaming about them and to become your dream. Lord, open heaven is our inheritance in Christ Jesus. Let your people experience it
as a church, this night, we declare together, oh Lord, there is an open heaven above us. So Lord, let us see your glory, your power, your presence in our lives. We give glory to your name. In the name of Jesus we pray. Amen.